നമ്മൾ ഇപ്പം ചുരം കയറാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് ആയി. നിങ്ങൾക്ക് റോഡ് കണ്ടറിയാം, അത്ര വലിയ റോഡൊന്നുമല്ല, ബട്ട് ഷാർപ്പ് ടേൺസും പിന്നെന്താ പറയുക, കുറച്ച് കൺജസ്റ്റഡ് ആണ്. നമ്മളിപ്പം അധികം സ്പീഡ് ചെയ്യാണ്ടാണ് പോകുന്നത്. നമ്മളല്ലെങ്കിൽ അങ്ങനെ പൊതുവെ സ്പീഡ് ചെയ്യാറില്ല, എൻജോയ് ചെയ്തിങ്ങനെ പോകാറാണ് അത്. ഇതൊക്കെ മുകളിലേക്കുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ കാണുമ്പോഴുള്ള മെയിൻ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, മുകളിലെത്തിക്കഴിയുമ്പം റൂം ഫുള്ളാണെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ ട്രാവൽസുകാരൊക്കെ ആയിരിക്കും, അവരൊക്കെ പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും പരിചയമുള്ള ഹോട്ടലിൽ. മുകളിലെത്തിക്കഴിഞ്ഞ് മക്കളെ റൂമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങും. അതേപോലെ തന്നെ ഭയങ്കര ചാർജും ആയിരിക്കും. ഉള്ള റൂംസിനൊക്കെ ഭയങ്കര ഫില്ലായി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. റൂംസ് ലേറ്റ് ആവും തോറും അവർ റേറ്റ് കൂട്ടും. ഇപ്പോൾ ഈ കാണുന്ന വ്യൂ ഒക്കെ ഉണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതായത് എന്താ ചെയ്യുക, അവിടെ എത്തേണ്ട ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും ഞാനിത് എൻജോയ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത്. ഞാനിതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് വീഡിയോ ഇടാം, കാരണം എന്നാലേ നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ എങ്ങനെ ഇത് കാണുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഷോർട്സിൽ കാണുന്ന ഈ ഒരു വ്യൂ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്റ്റ് തരുന്നുണ്ടെന്ന് അറിയില്ല. വേറെ കുറേ ആൾക്കാർ താഴോട്ട് പോകുന്നുണ്ട് കണ്ടോ. ഇവിടുന്ന് ഇതേപോലെ എനിക്ക് തോന്നുന്നത് കൊടൈക്കനാലിൽ ഇറങ്ങിയിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഷാർപ്പ് ടേൺസ് ആണ്. ഇതൊക്കെ ഇവിടുന്ന് കൺട്രോൾ പോയി കഴിഞ്ഞാൽ താഴെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് റോളിംഗ് ടെക്നോളജി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. എൻ്റെ ബേക്കിലൊരുത്തനുണ്ട്. ഞങ്ങൾ പൊതുവെ ഇങ്ങനെ സ്പീഡ് ചെയ്യാറില്ല, പക്ഷേ ഈ റോഡിൽ എനിക്ക് തോന്നുന്നത് ഈ വണ്ടി ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം സ്പീഡ് ചെയ്ത് പോവാം. ബാക്കിൽ കണ്ട കട ഉണ്ടോ, ഞാൻ അവനോട് പറഞ്ഞു. അതായത് ബാക്കിൽ കണ്ട കട എന്ന് പറയുന്നത്, ഞങ്ങൾ പണ്ട് ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഞങ്ങൾ വേറെ വണ്ടിയായിട്ട് ഇങ്ങനെ വന്നപ്പം അവിടെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ട്. അത്ര അടിപൊളി ഫുഡൊന്നും അല്ലെങ്കിലും അവിടെ നല്ല രസമുണ്ടായിരുന്നു.